നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ എന്താ ഗഹനമായൊരു ആലോചന? ഇത് രാവിലെ തുടങ്ങിയ ചിന്തയല്ല ഗാർഗി, ഇന്നലെ മുതൽ തുടങ്ങിയതാ. എന്താ കാര്യം? എന്താ വിഷയം? നടക്കാൻ പോകുന്ന കാര്യങ്ങള് നീയും അറിഞ്ഞു കാണുമല്ലോ. ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കാന്ന് പറഞ്ഞ അതെങ്ങനെ സാധിക്കും? അതിനോട് എനിക്ക് യോജിപ്പില്ല. ദേവമ്മ വളരെ പവിത്രമായി അണിഞ്ഞിരുന്ന ആഭരണങ്ങളല്ലേ അത്. ആ ആഭരണങ്ങള് ജാസ്മിനെ പോലെ ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. അത് തന്നെയാ എന്റെ മാനസികാവസ്ഥ. ഞാൻ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാ. നീ ഇത് ബ്രോയോട് സംസാരിച്ചില്ലേ? എന്താ ബ്രോയുടെ അഭിപ്രായം? ഞാൻ സംസാരിച്ചു, പക്ഷേ വിശാൽ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബ്രോ എന്തു പറഞ്ഞു? പ്രഭാവതി അമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല, അതുകൊണ്ട് ആ ആഭരണങ്ങള് ജാസ്മിന് കൊടുത്തേക്കാനാ സാറ് പറഞ്ഞത്. ബ്രോ അങ്ങനെ പറഞ്ഞോ? അത് അതിശയായിരിക്കുന്നല്ലോ. വിശാൽ സാർ ഇത് പറയൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഒരു കാര്യം കൂടി വിശാൽ സാർ പറഞ്ഞു. അത് ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കുന്നതിലുള്ള എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞതാവണം. ജാസ്മിന് കൊടുക്കുന്ന ദേവമ്മയുടെ ആഭരണങ്ങള് വിവാഹം കഴിഞ്ഞ് ജാസ്മിനിൽ നിന്നും തിരികെ വാങ്ങണമെന്ന്. നന്നായി. ഇത്രയും വിലയേറിയ ആഭരണങ്ങള് ജാസ്മിന്റെ കൈ കിട്ടിയ അവളത് തിരികെ തരുമെന്ന് തോന്നുന്നുണ്ടോ? കൊടുത്തത് തന്നെയാ. അവള് ഗായത്രിയമ്മയുടെ ആഭരണങ്ങള് എന്നേക്കുമായിട്ട് സ്വന്തമാക്കി വെക്കും. പിന്നെ അവളോട് ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്കറിയാവുന്നതുകൊണ്ടാ വിശാൽ സാറിനോട് പറഞ്ഞ് പ്രഭാവതി അമ്മയുടെയും ജാസ്മിന്റെയും നീക്കങ്ങളെ തടയാൻ നോക്കിയത്. പക്ഷെ ആ ശ്രമം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ പ്രഭാവതി അമ്മയ്ക്ക് തിരികെ കൊടുത്തപ്പോ അന്ന് അതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളാ വിശാൽ സാറ്. ആ വിശാൽ സാറ് ഇപ്പൊ എന്തുകൊണ്ടാ ആഭരണങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാൻ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി, ബ്രോ ഒന്നും കാണാതെ പെരുമാറുന്ന ആളല്ല. എന്നാലും എന്താണ് വിശാൽ സാറ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? എങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു. പാർവതി ഇത് ബ്രോയോട് ചോദിച്ചോ? ഇല്ല, ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. വിശാൽ സാറ് പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി. ഏതായാലും ബ്രോ മനസ്സറിഞ്ഞ് അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. ദേവമ്മയുടെ ആഭരണങ്ങള് ഒരു നിമിഷം പോലും ജാസ്മിൻ അണിയാൻ പാടില്ല. അതാ എന്റെ വാശി. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.